എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Nine of Cups, Seven of Cups, Seven of Wands, Queen of Cups, Six of Wands, Lovers കാർഡ് വന്നിട്ടുണ്ട്. Seven of Pentacles. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ആലോചിക്കുന്നുണ്ടാവാം, നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി, അതായത് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവാം. കാരണം നമ്മൾ ഇടുന്ന ഒരു എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിച്ചില്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. മീൻസ് അതൊരു നമ്മളെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ ഒരു റിസൾട്ട് കിട്ടാത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു എന്ന് പറയുന്നത്. പല ആളുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ചുള്ള ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന ചിന്തയിൽ വിഷമിച്ചിരിക്കുന്ന ചില ആളുകളെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലിരിക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾ മതിയാക്കി മടുത്ത് അത് ഉപേക്ഷിച്ച് വേറൊരു കാര്യം അന്വേഷിച്ച് നിങ്ങൾ പോകുന്നു. അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഒരു മൊമെൻറ്റിൻ്റെ കാർഡാണിത്. അപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം, ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യം മതിയാക്കി വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ എനിക്ക് കൂടുതൽ സക്സസ് കിട്ടുമോ, കൂടുതൽ റിസൾട്ട് കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ ഇപ്പോൾ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവിടെ നിർത്തിയിട്ട് വേറെ എന്തിനെയോ കുറിച്ച് ചിന്തിച്ച് വേറെ എന്തെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ് നിങ്ങൾ. അതായത് പല പല കാര്യങ്ങൾ ചെയ്ത് അതിന് നമുക്ക് തക്കതായ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ആ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെ പുതിയ ഒരു കാര്യം തേടി പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് സക്സസ്സിലേക്കുള്ളൊരു പോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഇത്രയും നാൾ ചെയ്തിട്ട് റിസൾട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്. ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ സക്സസ് ഉണ്ടാവും എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്.
നിങ്ങൾ ശരിക്കും നിങ്ങൾ തന്നെ തീർക്കുന്ന ഒരു തടവറയിൽ പെട്ടിരിക്കുന്നതാണ്. കാരണം നിങ്ങൾക്കൊരു കംഫർട്ടായിട്ടുള്ള ഒരു സോണിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, അല്ല അവിടെ തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു മൈൻഡ് സെറ്റിലാണ്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ എപ്പോഴും സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും മറ്റുള്ള നമ്മുടെ കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലാണെങ്കിലും എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ഉണ്ടാവണമെങ്കിലും നമ്മളൊരിക്കലും സ്റ്റക്കായി പോകരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാനസികമായ സ്റ്റക്നെസ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയാൽ നമുക്കത് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു കംഫർട്ട്നെസ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കിട്ടുമോ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, നല്ലൊരു സിറ്റുവേഷനിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അവിടെ പേടിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ് ശരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ എക്സ്പേർട്ടായിരിക്കാം നമ്മൾ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഒരിക്കലും അങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ തീർക്കുന്ന സ്റ്റക്നെസ് ആണിത്. നമ്മുടെ ചിന്തകളാണ് നമ്മളവിടെ തളച്ചിടുന്നത്. ആ ചിന്തകളെ നമുക്ക് തന്നെ മറികടക്കാൻ പറ്റും. കാരണം ഈ ലേഡി ഒരു കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹോൾഡിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സിറ്റുവേഷനെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റക്നെസ് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറികടന്ന് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ 8 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ കംഫർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് നിങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, പോയാൽ സക്സസ് ഉണ്ടാവുമോ, ഇതെല്ലാമാണ് നമ്മളുടെ ചിന്തകൾ. ആ ചിന്തകളെ നിങ്ങൾ എന്തായാലും മറികടക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഡയറക്ഷൻ. 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഒരു യാത്രയുടെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ മറികടന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നമുക്കതിന് കിട്ടുന്നുണ്ട്. നിങ്ങളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് കിട്ടില്ല, അല്ലെ കിട്ടണില്ല എന്ന് നമുക്കൊരു മൈൻഡിൽ അങ്ങനൊരു തോട്ട് വരുന്നുണ്ട്. അതാണ് ഇത് വിട്ടിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന സ്റ്റക്നെസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് തരുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ട്രാവൽ ചെയ്ത് അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭയപ്പാടിൽ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊരു എന്താ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ കാർഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുതിയ ഒരു കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സംതൃപ്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ നിൽക്കാനും നിങ്ങൾക്ക് പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് നിങ്ങൾക്ക് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ടെൻഷൻ എല്ലാം മാറി നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള അവസരം മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തീർക്കാനും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു സംതൃപ്തി, ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്.
ആ ചിന്തകളൊക്കെ മാറി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു സംതൃപ്തിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവരോടും ഒരു സഹാനുഭൂതിയും സഹവർത്തിത്വത്തോടും കൂടിയൊക്കെ പെരുമാറാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ റിസൾട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും നമുക്കൊരു ദയയും അനുകമ്പയും സ്നേഹവും ഒക്കെ കാണിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് തീരുമാനിച്ച് ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മുടെ സെൽഫായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഉള്ളിൽ നിന്ന് ചിന്തിച്ച് അതിനൊന്ന് പിന്തുടരുന്ന ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നിന്നാണ് നമ്മളിന്ന് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സംതൃപ്തിയും നമുക്ക് കിട്ടുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്നൊരു നല്ലൊരു റിസൾട്ടാണെന്ന് പ്രതീക്ഷിക്കാവുന്നത്. നല്ല റിസൾട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും കിട്ടുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് വളരെ ഭംഗിയായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്. അതുപോലെ തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും കരുണയോടും കൂടിയൊക്കെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നിങ്ങളോടും അതുപോലെ തന്നെ വളരെ സ്നേഹം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിന്ന് ഇടപെടുന്ന എല്ലാ ആൾക്കാരും നിങ്ങളോടൊന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു അഫെയറിൻ്റെ ഒരു തുടക്കമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇന്ന് നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ടാവാം. ചില ആൾക്കാർക്ക് പ്രണയ അഭ്യർത്ഥനകൾ ഇന്നത്തെ ദിവസം വരുന്നുണ്ടാവാം. എന്തായാലും മനസ്സ് നിറയെ വളരെ സ്നേഹം തുളുമ്പുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസൊക്കെ മാറി ഒരു നല്ലൊരു എനർജി, അതായത് ഒരു സംതൃപ്തിയോടുകൂടിയുള്ള ഒരു എനർജി, അതാണല്ലോ ഏറ്റവും അത്യാവശ്യം. സംതൃപ്തിയോടുകൂടിയുള്ള ഒരു എനർജിയിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ എത്തപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.